ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് എല്ലായിടത്തും ഉണ്ടാവും ചക്ക. ഇപ്പോൾ എല്ലാവർക്കും ചക്കയുള്ള സീസണാണല്ലോ. അപ്പോൾ ആ ചക്ക കൊണ്ട് ഒരു അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ചക്കപ്പം, അതുപോലെ തന്നെ കുമ്പിളപ്പൊക്കെ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മൾ എടുത്തേക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ അരിപ്പൊടി, പിന്നെ ഇത് ഏലക്ക ഒക്കെ, പിന്നെ ഇത് നമ്മുടെ ഉപ്പ്, പിന്നെ 2 തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ചക്ക. ഇത് വരിക്കച്ചക്കയാണ്. പഴഞ്ചക്ക ആയിരിക്കും ഒന്നുകൂടി ബെസ്റ്റ്. അതായത് ഒന്നുകൂടി ലൂസ് ആകുമ്പോൾ നമുക്ക് നല്ല ജ്യൂസ് അടിച്ച് കിടക്കാനുള്ളതാണ്. അപ്പോൾ നല്ല ഈ ചക്കൻ്റെ ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഞാൻ ചക്ക ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലേവർ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച്, നിങ്ങൾക്കിപ്പോൾ കുറേ ചക്കൻ്റെ ഫ്ലേവർ ആണെങ്കിൽ കുറേ ഉപയോഗിക്കുക, നല്ല കുറച്ച് മതിയെങ്കിൽ അങ്ങനെ കുറച്ച് ചക്ക എടുത്താലും മതി. പിന്നെ ശർക്കര, നമുക്കിത് ഉരുക്കിയെടുക്കാനുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഏലമംഗലത്തിൻ്റെ ഇല. ഈ ഇല പറഞ്ഞാൽ ഈ ഇല നമ്മളെ കറാമ്പട്ടുണ്ടല്ലോ, അതിൻ്റെ ഈ തണ്ട് കടിച്ചാൽ അതിൻ്റെയൊക്കെ ഒരു രുചി കിട്ടും. അപ്പോൾ ഈ ഇല കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചൊയ നമ്മളെ അപ്പത്തിന് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ഈ ഇല ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്, ടോട്ടൽ സാധനങ്ങൾ. നമ്മുടെ ചക്കര ഇപ്പോൾ ഉരുകിക്കൊണ്ടിരിക്കണ്ട, ശർക്കര ഉരുകിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മൾ ചക്കര ഉരുക്കിയതുണ്ടല്ലോ, ചക്കര ഉരുക്കി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടാം. ഇതിലെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചെടുക്കാൻ വേണ്ടി തരപ്പ് വെച്ചാൽ. അപ്പോൾ നമ്മൾ ചക്കര ഒരുക്കി റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ നമ്മളെ ജ്യൂസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ശർക്കര ഒരുക്കിയതുണ്ട്. ഇതിപ്പം ഏലക്കായ പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് ലേശം നമ്മുടെ അപ്പക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടാം. തേങ്ങ ഇതിലേക്ക് ഇടാം കേട്ടോ. നമുക്ക് ചക്ക ഒഴിക്കാം. നമ്മൾ ചക്കര ഉണ്ടല്ലോ, ചക്കര ഒഴിക്കാം. ഇതൊക്കെ ഒന്നായിട്ട് നല്ല മിക്സ് ആക്കട്ടോ. ബാക്കിയുള്ളതും ഒഴിച്ചാണ്ട് ചക്കയും ഫുള്ളൊന്ന് ഒഴിക്കുക. അപ്പോൾ വെച്ചത് നമ്മളെ ചക്ക ഉണ്ടല്ലോ, നല്ല കുഴച്ചതായി ഇതേമാതിരി ഇങ്ങനെ കുഴച്ചെടുക്കണം. ചക്കയും ശർക്കരയും തേങ്ങയും നമ്മളെ പൊടിയും നല്ല കുഴച്ചിങ്ങനെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ശർക്കര ഒഴിക്കുമ്പോണ്ടല്ലോ അതിൻ്റെ ഒരു മണം, എൻ്റെ പഠിച്ചവനെ. ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തിന്ന് കാണിച്ചിടാൻ പറ്റില്ല. അതാണ് എനിക്ക് ഒരു ഇതുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ കൊതിപ്പിച്ചിനി. അപ്പം ഇനി ഇത് ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുഴച്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കി. ഒന്ന് നമ്മളിപ്പോൾ ഇവിടെ കുഴച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ വെച്ചാൽ ഇത്ര തോന്നെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചും. നമ്മൾ ആകെ വീട്ടിൽ 4 ആൾക്കാരുള്ളൂ. പക്ഷേ നമ്മൾ ഇളാപ്പം മുത്തപ്പം അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓർക്ക് എല്ലാവർക്കും കൊടുക്കാമല്ലോ. അതായത് നമ്മൾ കുറേ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുഴച്ചതിന് ശേഷം നമ്മളൊരു 2-3 മണിക്കൂർ നമ്മളിത് വെക്കുക, കുഴച്ചിങ്ങനെ വെക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല സൂപ്പറായി കിട്ടും. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ.
അപ്പോൾ കഴിച്ചാൽ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത്ര നേരം ഇപ്പോൾ ഏകദേശം ഒരു 2-3 മണിക്കൂറല്ലേ, 2-3 മണിക്കൂർ വെച്ചിട്ടുണ്ടാവില്ലേ? 3 മണിക്കൂർ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം നല്ലതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുറ്റെടുക്കട്ടോ. ഇതിനെ എങ്ങനെ സമൂസേൻ്റെ ഒരു പരുവത്തിലാണ് ചുറ്റെടുക്കൽ. അപ്പോൾ അങ്ങനെ നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇല ഇനിയിപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ സമൂസ മടക്കൂല, അതേപോലെ തന്നെ നമ്മളിതാ ഇങ്ങനെ മടക്കി പിടിച്ചാൽ സമൂസ കണ്ട് ചെയ്യേണ്ട അരി ഇങ്ങനെ മടക്കി പിടിച്ചാൽ ആദ്യം. എന്നിട്ട് നമ്മളെ മാവുണ്ടല്ലോ, മാവ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. ഓവറായി ഇത്രയൊക്കെ മതി. നിറച്ച് കൊടുക്കുക. നിറച്ച് കൊടുത്ത ശേഷം ഇത് ഇങ്ങനെ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. കണ്ട, അപ്പോൾ ഈ രൂപത്തിൽ കിട്ടും സമൂസൻ്റെ കാര്യം. എന്നിട്ട് നമ്മൾ ഇനി ആവിക്ക് വേവിച്ചെടുക്കലാണ്. ഒന്നുകൂടെ കണ്ടോളി. ഇതാ നമ്മളെ ഇല ഉണ്ടല്ലോ, നമ്മൾ സമൂസ ഒക്കെ മടക്കേണ്ടത് ഇതാ ഇങ്ങനെ മടക്കി പിടിക്കുക. പിടിച്ച ശേഷം ഇത് കൊള്ളുകൊണ്ടത്ര നമ്മൾ നിറക്കുക. നിറച്ചതിന് ശേഷം നമ്മൾ ഇത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇതാവാൻ വേണ്ടി ഇതിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ആ ഷേപ്പ് കിട്ടും ചെയ്യും. ഇതൊന്ന് നമുക്ക് ആവിക്ക് ആക്കിയെടുക്കാനുള്ളതാണ്. അങ്ങനെ നമുക്ക് എന്നാലും ഒക്കെ അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഈ ഇല നിങ്ങളാരും കേൾക്കാൻ മറക്കരുത്. ഇല കഴുകണം. പിന്നെ ഇത് നമ്മുടെ വല്യമ്മാൻ്റെ റെസിപ്പി ഉണ്ടത്, വല്യമ്മാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഈ ചക്കും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവർക്കും പെരി ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട നമ്മളെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിനകത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നമ്മൾ ഇനിയും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കുക്കിങ്ങും അതുപോലെ തന്നെ ടെക്കിപരമായ ഫണ്ണിപരമായ വീഡിയോസും ട്രാവലും കാര്യങ്ങളൊക്കെ വരാൻ ഇനിയുണ്ട്, കുറേ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക. ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചാൽ ഇനി മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രം ഇപ്പോൾ ഇവിടെ നമ്മൾ ആവി കയറ്റാൻ വേണ്ടി നമ്മൾ വെച്ചിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം ഇനി ഇതായിട്ട് നോക്കാം. ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ സ്മെല്ലുണ്ടാവില്ല, അപാര സ്മെല്ലായിക്കണം ഈ ഇലൻ്റെ ഒക്കെ ഒരു സ്മെല്ല്. അത് മണക്കേണ്ടത് തന്നെയാണ്, മുക്ക് വലിച്ച് കയറ്റണം. അപ്പോൾ ഇതായിട്ട് നമുക്ക് നോക്കാം. കുമ്പളയപ്പം റെഡി ആയിട്ടുണ്ട്. കാണുന്നത് ഞങ്ങൾക്ക് നല്ല ഉഷാറായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇലൻ്റെ കളർ മാറി നിങ്ങൾ മനസ്സിലാവില്ലേ? നല്ല അപ്പം നല്ല വെന്തിട്ടുണ്ട്. ഒന്നിപ്പോൾ ഇതാക്കിയാണ് കണ്ടോ, എൻ്റെ ഉള്ളെല്ലാം വെന്തിട്ടുണ്ട്. കണ്ട ഉള്ളിൽ വെന്തിന് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഉണ്ടോ? അപ്പോൾ കഴിച്ചത് നമ്മുടെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട്. കുമ്പളപ്പം എന്ന് പറയുന്നത് അതായത് കുമ്പിളാക്കിയാണ്ട് നമ്മൾ ഇല കുമ്പിളാക്കിയാണ്ട് അതിനുള്ളിൽ മാവിട്ടാണ് ചെയ്യേണ്ടത് നമുക്ക് കുമ്പളപ്പം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാധനം കണ്ട നല്ല സൂപ്പറായി നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ തിന്ന് കാണിച്ചിട്ട് നിങ്ങൾക്ക് പറ്റില്ല, നമുക്കിപ്പോൾ നോമ്പല്ലേ. അപ്പോൾ നമ്മൾ നോമ്പ് കഴിഞ്ഞിട്ട് കുറേ വീഡിയോ ചെയ്യും, അപ്പോഴൊക്കെ നമ്മൾ തിന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല നിങ്ങളെ സപ്പോർട്ട് നല്ല ഉണ്ടാവണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിനകത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ലൈക്ക് ഇപ്പോൾ ചെയ്താൽ ഞാൻ ആദ്യം പറഞ്ഞു ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ എന്തെങ്കിലും നിങ്ങൾ കാണാത്ത എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ നോക്കാം. തീർച്ചയായും നമ്മൾ 100% നമ്മൾ ചെയ്യാൻ നോക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇനി വരുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് നമ്മളെ വീഡിയോ മാത്രം കണ്ടു തന്നാൽ മാത്രം മതി. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ മുഹമ്മദ് കുറുക്കൻ സൈനിങ് ഓഫ്.